കുറച്ച് നാൾ മുന്നേ ഒരാളുടെ അടുത്ത് പറഞ്ഞു, എടി വർഷേ പൈസ അല്ല ലൈഫിലെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഞാൻ അങ്ങനെ മനസ്സിലാലിച്ചു, പൈസ കൊണ്ട് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എങ്കിൽ പൈസ തന്നെയാണ് ഒരാൾക്ക് ഏറ്റവും വലിയ കാര്യം. ഒരു പ്രായം കഴിഞ്ഞാൽ ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും വീട്ടില് നാട്ടില് കൂട്ടില് കുടുംബത്തിൽ കയറി ചെല്ലുന്ന എവിടെയാണെങ്കിലും ഒരു വില ഉണ്ടാവണമെങ്കിൽ ഒരു ജോലിയും വേണം, കയ്യില് കാശും വേണം. ആസ് എ ഗേൾ, ആസ് എ ഡോക്ടർ, പണം എനിക്ക് നൽകിയിട്ടുള്ള പരമാനന്തര സുഖങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അമ്മയ്ക്ക് കുറച്ച് പൈസ ഇട്ടെ, നോക്കി ഞാൻ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ടേ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സുഖം. വേണമെങ്കിൽ മേടിക്കാമായിരുന്നിട്ടും വില കൂടുതലാണെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അച്ഛൻ വേണ്ടാന്ന് വെച്ച പല സാധനങ്ങളും അച്ഛന് കണ്ടറിഞ്ഞ് മേടിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു ഈ സാധനം. അനിയനും അനിയത്തിക്കൊക്കെ സ്കൂളിൽ ഫ്രണ്ട്സിന്റെ കൂടെ വെറുതെ കറങ്ങാൻ പോകാൻ വേണ്ടിട്ട് ഒരു 500 ഒരു 1000 റുപ്യൊക്കെ കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു ചേച്ചി ഹൈ. 10 റുപ്യന്റെ ചായ മുതൽ 16 റുപ്യന്റെ സാരി വരെ ഒരാളെടുത്തും ചോദിക്കാണ്ട് മേടിക്കണം എന്നുണ്ടെങ്കിൽ ജോലിയും കൂലിയും വരുമാനമൊക്കെ വേണം. സോ മണി ഈസ് വെരി ഇമ്പോർട്ടന്റ്. കുറെ കടും ലോണൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്ത് മണി ഈസ് നോട്ട് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ മോട്ടിവേഷൻ ആയിട്ട് ചെന്ന ചെരുപ്പ് ഒരു തല്ലുവരും. ആശുപത്രിയിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ചികിത്സ നൽകാൻ വേണ്ടിയിട്ട് പൈസ തയ്യാണ്ട് നിൽക്കുന്ന ആളെ മുമ്പ് പോയിട്ട് മണി ഈസ് നോട്ട് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഫ്രഷേഴ്സ് ഡേക്ക് കൂടുതലുള്ള കുട്ടികളൊക്കെ കിണ്ണം കാച്ച ഔട്ട്ഫിറ്റ് ഇട്ട് വരുമ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് അത്രയും നല്ല ഔട്ട്ഫിറ്റ് ഇടാൻ പറ്റാണ്ട് പോകുന്ന ഒരാളെ മുമ്പിൽ മണി ഈസ് നോട്ട് ഹാപ്പിനെസ് എന്ന് പറയും. 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പ് ഫോട്ടോ വീട്ടിൽ നിന്ന് 100 റുപ്യ തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മേടിക്കാണ്ട് പോയി ലൈഫ് ടൈം റിഗ്രറ്റ് ആയിട്ട് നടക്കുന്ന ഒരാളുടെ മണി ഈസ് നോട്ട് ഹാപ്പിനെസ് എന്ന് പറയും. അച്ഛൻ അറ്റാക്ക് വന്ന് നടക്കുമ്പോൾ ഏറ്റവും വില കൂടിയ സ്റ്റെൻഡ് ഇടാൻ പറ്റാണ്ട് തൽക്കാലം ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സ്റ്റെൻഡ് ഇടാൻ വേണ്ടി പറയുമ്പോൾ മകനോ മകൾക്കോ ഉണ്ടാവുന്ന ഒരു റിഗ്രറ്റ്, അവരോട് മണി ഈസ് നോട്ട് ഹാപ്പിനെസ് എന്ന് പറയരുത്. പൈസ തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടോ, അതിപ്പോൾ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക. എവിടെ പെട്ടാലും ഏത് സാഹചര്യത്തിൽ പെട്ടാലും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും സോർട്ട് ചെയ്തിട്ട് പുറത്തേക്ക് കടക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ റെഡിയാക്കാൻ പറ്റുന്ന ഒരു തോട്ട് വരും. പൈസയ്ക്ക് പൈസ തന്നെ വേണോ, ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നിട്ട് മണി ഈസ് നോട്ട് ഹാപ്പിനെസ് ബ്രോ എന്നൊക്കെ വെറുതെ ഇങ്ങനെ പറയാനൊക്കെ തന്നെ പറ്റുള്ളൂ. പൈസയ്ക്ക് പൈസ തന്നെ വേണം.